വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ട്രേഡിങ്ങിനെ വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ അല്ലാത്തവരെ സംബന്ധിച്ച് ഈ വീഡിയോ ഒരു ബോറിംഗ് ആയിരിക്കും. സോ പ്ലീസ് ഓൺലി സീരിയസ് പീപ്പിൾ സ്റ്റേ ഇൻ. നിങ്ങൾ കുറേ നാളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെ വിജയിച്ചിട്ടില്ല എങ്കിൽ ഓപ്ഷൻസിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 6 ഘട്ടങ്ങൾ അടങ്ങിയ പ്രോസസ്സ്, 60 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് പോലെ അതിൽ റൗണ്ടുകളാണ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. ഒരു റൗണ്ട് പാസ്സായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കയറി അങ്ങനെ നിങ്ങൾ 6 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിലേക്ക് ഒരു 60 ദിവസം ക്ഷമയോടെ കാത്തു നിന്ന് ചെയ്യാനുള്ള ക്ഷമയില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണാതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ല, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നു. ഒരു ട്രേഡറെ സംബന്ധിച്ച് അയാൾക്ക് വിജയിക്കാൻ വേണ്ട ആത്യന്തികമായ സ്കില്ല് എന്താണ്? നിങ്ങളുടെ കുറേ ആളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക സൈക്കോളജി എന്നുള്ളതായിരിക്കും. കീപ്പ് അപ്പ് ആർട്ട്, ആ സാധനത്തെ അങ്ങോട്ട് മാറ്റി നിർത്തുക, അത് വേണം, പ്രധാനപ്പെട്ടതാണ്, നമുക്കറിയാം. പക്ഷേ അതിൻ്റെ മുന്നേ വരുന്ന അതിനേക്കാളും പ്രയോറിറ്റി ഉള്ള ഒരു സ്കില്ല് ഒരു ട്രേഡിൽ വിജയിക്കാൻ ഒരാൾക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സൈക്കോളജി ബിൽഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ആ പറയുന്ന 1ാം സ്ഥാനത്ത് നിർത്തുന്ന ആ സ്കില്ലില്ലാതെ നിങ്ങൾ സൈക്കോളജി ബിൽഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ സ്കില്ല് ഉണ്ടായിട്ടും നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് സൈക്കോളജിയുടെ പ്രാധാന്യം വരുന്നത്. ആ സ്കില്ല് എന്താണെന്നുള്ളതല്ലേ. ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ പ്രെഡിക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാനെപ്പോഴും ആൻറ്റിസിപ്പേഷൻ എന്ന വാക്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ പറയുന്നതും. അതാണ് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള വാക്ക്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാട്ടും, അല്ലേ? അപ്പോൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ കഴിവാണ് ആക്ച്വലി ഒരാളെ മാർക്കറ്റിൽ വിജയിക്കാൻ വേണ്ട ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത്, ഒരാളുടെ ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എത്ര ശതമാനം ആ സ്കില്ല് വേണമെന്ന് ചോദിച്ചാൽ, എത്ര ശതമാനം കൃത്യത വേണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു 40 to 50% കൃത്യതയോടെ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് നിങ്ങളെ മാർക്കറ്റിൽ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ട അടിസ്ഥാനപരമായ ക്വാളിറ്റി സ്കില്ല്. ആ സ്കില്ല് ഉണ്ടായിട്ട് വേണം നിങ്ങൾ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് സബ്ജക്റ്റ് ടു കറക്ഷൻ എന്ന് ഞാൻ പറയുന്നു. എന്താ അതിനർത്ഥം? ഇൻ കേസ് നിങ്ങൾക്ക് അതൊരു ചില ആളുകളെ സംബന്ധിച്ച് 40-50 സ്കില്ലില്ലെങ്കിൽ പോലും, 40-50% കൃത്യത ഇല്ലെങ്കിൽ പോലും ഒരു 30% കൃത്യതയിൽ പോലും ആൾക്ക് വിജയിക്കാൻ പറ്റും. പക്ഷേ അറ്റ്ലീസ്റ്റ് 30% കൃത്യതയോടെയെങ്കിലും 10 തവണ നിങ്ങൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്താൽ 3 തവണയെങ്കിലും ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അവിടെ സൈക്കോളജി ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. 10 തവണ നിങ്ങൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ 3 തവണ ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ബാക്കി ആസ്പെക്റ്റ് സൈക്കോളജി കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിവേ നമുക്ക് ആ പ്രോസസ്സ് ഞാനൊന്ന് പറഞ്ഞാൽ, ആ പ്രോസസ്സിലേക്ക് വന്നാൽ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാര്യത്തെ ഒന്ന് മെഷർ ചെയ്യണം. നിങ്ങളുടെ ഈ മാർക്കറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള സ്കില്ല് എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ആദ്യത്തെ ഫേസ് 1 എന്നോ അല്ലെങ്കിൽ റൗണ്ട് 1 എന്നോ നമുക്കിതിന് പേരിടാം. 10 ദിവസമാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. ഈ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി 100 ഏതെങ്കിലും സ്റ്റോക്കുകൾ റാൻഡമിലി പിക്ക് ചെയ്തുകൊണ്ട് ആ സ്റ്റോക്കുകളിൽ നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് രാവിലെ ഇരുന്ന് കുറച്ച് സമയം നോക്കിയിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ലെവലിൽ പ്രൈസ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് നീങ്ങുമെന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ 100 എന്നുള്ള പ്രൈസ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് അവിടെ നിന്ന് എവിടെ വരെ നീങ്ങുമെന്നുള്ളത് നിങ്ങളൊരു ലൈൻ വരച്ചിടുക ചാർട്ടിൽ. അതിന് താഴെ, അപ്പോൾ അത് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾ വരച്ച അവിടുന്ന് നേരെ മുകളിലേക്ക് ആയിക്കോളന്നില്ല, താഴെ വന്നിട്ടാണ് മുകളിലേക്കൊക്കെ പോകുക അല്ലേ ചില സമയത്ത്. അപ്പോൾ അങ്ങനെ താഴെ വന്നാൽ എവിടെ വരെ താഴേക്ക് എത്തില്ല എന്നുള്ളത്
കൂടെ നിങ്ങൾ മാർക്ക് ചെയ്തിടാം. നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രൈസ് കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയം 10:15 ആണെങ്കിൽ ആ സമയം മുതൽ ആ സമയത്ത് ആ പ്രൈസ് ലെവലിൽ ഒരു ലൈൻ ഉണ്ടായിരിക്കും. അതിന് മുകളിൽ നിങ്ങൾ എവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും, നിങ്ങൾ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ മുകളിലൊരു വര ഉണ്ടാവും. അപ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകുന്നു, താഴെ എവിടെ വരെ വരില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു ലൈൻ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. 3 വരകളുണ്ടാവും. അങ്ങനെ വരച്ചതിന് ശേഷം അങ്ങനെ 3 സ്റ്റോക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്തതിന് ശേഷം 3 അല്ലെങ്കിൽ 4 വരെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എടുക്കാം. 4 സ്റ്റോക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രഡിക്ഷൻ എത്ര തവണ ശരിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലെ ഡയറക്ഷനിലേക്കാണ്, അതിൻ്റെ ലോജിക്ക് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു മുകളിൽ ടാർഗറ്റ് പോലെ എവിടെ വരെ നീങ്ങുമെന്നുള്ളത് നിങ്ങൾ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ വരെ നീങ്ങുമെന്നുള്ള പ്രഡിക്ഷൻ നടത്തി എന്നുള്ളത് അതിനെ പറ്റിയിട്ട് അതിന് നിങ്ങൾക്ക് ലോജിക്ക് ഉണ്ടാവണം. വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മുകളിൽ വരയ്ക്കുക, താഴെ ഇവിടെ വരില്ല എന്നുള്ളതിന് കുറേ താഴെ കൊണ്ടുപോയിട്ട് വരയ്ക്കുക, അങ്ങനെയല്ല. അതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ളൊരു ലോജിക്ക് ഉണ്ടാവണം. ഈ 3 വരകളുടെയും പിറകിൽ കൃത്യമായിട്ടുള്ളൊരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് ചെയ്യുന്നു. ഒരു ദിവസം 4 സ്റ്റോക്കുകൾ വെച്ചിട്ട് നിങ്ങൾ ചാർട്ടിൽ വെറുതെ വരച്ചിരുന്നു. നിങ്ങളുടെ പ്രഡിക്ഷൻ എത്ര തവണ ശരിയാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എടുക്കുന്നു. നിങ്ങൾ രേഖപ്പെടുത്തിയ നിങ്ങളുടെ പ്രഡിക്ഷൻ്റെ ഒരു ഡേറ്റ എടുക്കുന്നു. ആ ഡേറ്റയിൽ ഇപ്പോൾ 4 എണ്ണം വെച്ചിട്ട് 10 ദിവസം കൊണ്ട് 40 തവണ നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 40 പ്രഡിക്ഷനിൽ ഒരു 16-17 പ്രഡിക്ഷൻ വരെ ശരിയായാൽ പോലും നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു. 10 ദിവസം നിങ്ങളിത് മാത്രമേ നിർബന്ധമായിട്ടും ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നും ചെയ്യരുത്. ട്രേഡിംഗ് എന്നുള്ള നിങ്ങളുടെ പണം ഇൻവോൾവ് ചെയ്തുള്ള എല്ലാ പ്രോസസ്സും നിർത്തി വെച്ചിട്ട് ഇത് മാത്രം ചെയ്യുന്നു. 10 ദിവസത്തിൽ നിങ്ങൾ ഈ എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 16 മുകളിൽ കിട്ടിയവരൊക്കെ ആ സ്റ്റേജ് കവർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്യും. അതിന് താഴെയാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് റൗണ്ട് പാസ്സായിട്ടില്ല. ആ 10 ദിവസം എന്നുള്ള അതിൻ്റെ കൂടെ ഒരു 5 ദിവസം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് അപ്പോൾ 15 ദിവസത്തിൽ മൊത്തം വീണ്ടും 4-5-20 ട്രേഡും കൂടെ എക്സ്ട്രാ എടുക്കും. 60 ട്രേഡ് എടുത്തിട്ടുണ്ടാവും. ആ 60-ൽ ഒരു 50% അടുത്ത് അല്ലെങ്കിൽ 40-50% ബിറ്റ്വീൻ നിങ്ങളുടെ പ്രഡിക്ഷൻ ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്തു. ഇനി നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയ സമയത്ത് നിങ്ങളിവിടെ റിയൽ മണി ഇൻവോൾവ് ആയിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഈ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ സ്കില്ല് മാത്രമാണ് നിങ്ങൾ നോക്കിയത്. അപ്പോൾ അവിടെ കുറച്ച് കാലം മാർക്കറ്റിനെ പറ്റിയിട്ട് ഏകദേശം ബേസിക് ഐഡിയ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് ഇത് ഈ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചത് എന്നുള്ളതിൻ്റെ ലോജിക്കൽ കാര്യങ്ങൾ, ഫാക്റ്റുകൾ ചിന്തിച്ച് അത് മനസ്സിൽ കൊടുക്കണം. ഒരു ഉദാഹരണം, ഇന്നലെ കൂടുതൽ നമ്മുടെ നിഫ്റ്റിയുടെ ട്രെൻഡ് പ്രവചിക്കാം എന്ന് പറയുന്ന ആ വീഡിയോയിലൊക്കെ പറയുന്ന ചില ലോജിക്കുകളുണ്ടല്ലോ. അത് കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ പ്രീവിയസ് ഡേ ബയേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ പിറ്റത്തെ ദിവസം ഒരു ആ ഡേ ക്യാൻഡലിൻ്റെ പകുതി വരെ പ്രൈസ് എത്തിയാൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ മുകളിലേക്ക് പ്രൈസ് പോകാനുള്ള വീണ്ടും ബയേഴ്സ് വരാനുള്ള ഡിപ്പ് കിട്ടിയതുകൊണ്ട് ബയേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അവിടുന്ന് ഡിപ്പിൽ നിന്ന് ബൈയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ അവിടെ അതൊരു ലോജിക്കാണ്. ഇന്നലെ ബയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് ഇന്ന് താഴെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ ആ ഡിമാൻഡ് വീണ്ടും വന്നു. കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ ഡിമാൻഡ് ആൾറെഡി ഇന്നലെ ഉണ്ട്, അതാണ് ബയേഴ്സ് കൂടുതലുള്ളത്, വീണ്ടും വന്നു. അപ്പോൾ അത് ലോജിക്കാണ്. ഈ രീതിയിൽ നിങ്ങൾ ഡയറക്ഷൻ തീരുമാനിക്കുന്നതിൻ്റെ പിറകിൽ ലോജിക്ക് ഉണ്ടാവണം. ടാർഗറ്റ് അഥവാ നിങ്ങൾ എവിടെ വരെ മാർക്കറ്റ് നീങ്ങും എന്ന് വെച്ചതിനും ആ ലോജിക്ക് നിങ്ങൾ തന്നെ കൺവിൻസ്ഡ് ആയിരിക്കണം. നിങ്ങൾക്ക് അതിനൊരു ആൻസർ ഉണ്ടാവണം വേറൊരാൾ ചോദിച്ചാൽ. ആ രീതിയിൽ നിങ്ങളത് ചെയ്തു. അപ്പോൾ ഒരു സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഇതേ കാര്യങ്ങൾ നിങ്ങൾ പണം ഇൻവോൾവ് ചെയ്തുകൊണ്ട് അത് വിജയിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ പണം ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇതേ കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പക്ഷേ നിങ്ങൾ പണം ഇൻവോൾവ് ചെയ്യിക്കുന്നത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അവിടെ ആദ്യം നമ്മൾ ഈ നിങ്ങളുടെ പ്രഡിക്ഷൻ്റെ അക്യുറസി നോക്കാൻ വേണ്ടിയിട്ട് 4 തവണ 4 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾ 2 സ്റ്റോക്കുകൾ നിഫ്റ്റി 50 എന്നോ നിഫ്റ്റി 100 സെലക്ട് ചെയ്തുകൊണ്ട് 2 ട്രേഡ് എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ ആ പ്രിഡിക്റ്റ് ചെയ്ത അതേ സ്റ്റൈലിൽ നിങ്ങൾ മാർക്കറ്റ് എവിടെ വരെ പോവാം, ഏത് സൈഡിലേക്ക് പോവാം, അവിടെ നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുന്നു. അപ്പോൾ താഴേക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നത് നേരിട്ടല്ല, അപ്പോൾ താഴെ വന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ എവിടെ വരെ വരില്ല അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഓക്കെ,
അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ട്രേഡിൽ 100 രൂപ റിസ്ക് എടുത്തുകൊണ്ട് 2 ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നിങ്ങൾ അതൊരു പ്രഡിക്ഷനായിട്ട് ആദ്യത്തെ റൗണ്ടിലുള്ള ഒരു കാര്യം നിങ്ങളൊരു പ്രഡിക്ഷനായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ ഒരു വര വരയ്ക്കുന്നുണ്ട് അല്ലേ, 100 എന്നുള്ള ലെവലിൽ നിന്ന് നിങ്ങൾ എൻ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ താഴെ 95 വരെ വരില്ല എന്ന് കരുതിയിട്ട് അവിടെ വരയ്ക്കുകയാണെങ്കിൽ 5 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇനി നിങ്ങൾ മുകളിൽ ടാർഗറ്റ് എവിടെ വരെ പോകുമെന്നുള്ളതിന് നിങ്ങൾ കാണുന്നത്, ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്റ്റോക്ക് റിലയൻസ് ശരാശരി ഒരു 0.5% മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ 0.5%ലേക്കാണ് നിങ്ങൾ അവിടെ വരെ നീങ്ങുമെന്നാണ് കരുതുന്നത്. ഇന്നും ഒരു 0.5% അപ്പാവുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അപ്പോൾ ആ 0.5%ലേക്ക് നിങ്ങളൊരു വര വരയ്ക്കുന്നു. ആ വരയിലേക്ക് താഴേക്ക് വരച്ച വരേൻ്റെ ഇരട്ടി ദൂരമുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ പ്രഡിക്ഷൻ ആവൂ. നിങ്ങൾ മനസ്സിലാവാത്തവർ ഒട്ടും വറി ചെയ്യേണ്ട. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ പോയിട്ട് ഒന്നും കൂടെ അത് കാണിച്ചിട്ട് ഒന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ വെച്ചതിൻ്റെ ഡബിൾ ആവണം 1:2 എന്നുള്ള കൺസെപ്റ്റ് അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആവണം മുകളിലേക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ പ്രഡിക്ഷനായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാകാൻ പാടുള്ളൂ. അത് ഫസ്റ്റ് റൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേ കാര്യം നിങ്ങളുടെ സെക്കൻഡ് റൗണ്ടിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നു. സെക്കൻഡ് റൗണ്ടിലും ഇതേ കാര്യം വെച്ചിട്ട് നിങ്ങളത് മുന്നോട്ട് പോകുന്നു. കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു കാര്യം ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങുന്നു സെക്കൻഡ് റൗണ്ടിൽ. ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതിയത് എന്നുള്ളത് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ സെക്കൻഡ് റൗണ്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ കാര്യം മാത്രം വേറെ ഒന്നും ശ്രദ്ധിക്കണില്ല. നിങ്ങൾ താഴെയും മുകളിലും നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു, എൻട്രി എടുക്കുന്ന ആ സമയം സെറ്റ് ചെയ്യുന്നു, ആ ഒരു പ്രൈസ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളൊരു ട്രേഡിൽ എൻട്രി എടുക്കുന്നു. ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകുമെന്ന് തീരുമാനിച്ചു എന്നുള്ളത് മാത്രം നിങ്ങൾ അതിൻ്റെ റീസൺസ് എഴുതി ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ഇത് ഈ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ 2 ട്രേഡ് വെച്ചിട്ട് 10 ദിവസം കൊണ്ട് 20 ട്രേഡ് എടുത്തിട്ടുണ്ടാവും. പകുതി ട്രേഡുകളോളം നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ എലിജിബിലിറ്റി നേടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഒരു 5 ദിവസം കൂടെ നിങ്ങൾ ഈ റൗണ്ടിലേക്ക് കൂട്ടുന്നു. 5 ദിവസം ഇതേ പ്രോസസ്സ് ചെയ്യുന്നു. മൊത്തം 15 ദിവസം കിട്ടിയ ട്രേഡുകളിൽ നിന്നും അതിൻ്റെ ഒരു പകുതിക്ക് അടുത്തെങ്കിലും നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓവറാൾ പ്രോഫിറ്റിലാണെങ്കിൽ നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പോകും. അപ്പോൾ റൗണ്ട് 3ലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു, ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ റൗണ്ട് 3ൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ റിസ്ക്, ഒരു ട്രേഡിൻ്റെ റിസ്ക് നിങ്ങൾ 100 രൂപയിൽ നിന്നും 150 രൂപയിലേക്ക് മാറ്റുന്നു. അപ്പോൾ 150 റിസ്കിൻ്റെ 2 ട്രേഡുകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 300 രൂപയുടെ റിസ്ക് ആവുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ ഈ ഫേസിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങുന്നു. അത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് എടുത്തത് എന്നുള്ളതാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുക. അതായത് ഹൗ യുവർ സ്റ്റോപ്പ് ലോസ് ഹാസ് ബീൻ ടേക്കൺ എന്നുള്ളത് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ 100 എന്നുള്ള വിലയിൽ പ്രൈസ് എൻട്രി എടുക്കുന്നു. 95 സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ 100ൽ നിന്നും 2 ഗ്രീൻ ക്യാൻഡിലുകളിൽ മുകളിലേക്ക് പോയി. അതിനുശേഷം വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് 2 ക്യാൻഡിലിനെയും വിഴുങ്ങുന്ന രീതിയിൽ ഒരു ബെയറിഷ് മാറുബോസ് ആയിരുന്നു. അതിനുശേഷം വിക്കുള്ള ഒരു ക്യാൻഡിൽ വന്നൊരു ഹാമർ ഫോം ചെയ്തിട്ട് ഹാമറിൻ്റെ വിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തു. അപ്പോൾ നിങ്ങൾ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തത് എന്നുള്ളത്. അതങ്ങനെ 10 ദിവസത്തിൽ 2 ട്രേഡ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. സ്റ്റോപ്പ് ലോസ് എടുത്ത ട്രേഡുകളിൽ മാത്രം അത് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ അവിടെ ഈ 10 ദിവസത്തിൽ നിങ്ങൾ നെറ്റ് ഒരു 40-നും 50% ഇടയ്ക്ക് നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3rd റൗണ്ടിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നു. 4th റൗണ്ടിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. അപ്പോൾ 4th റൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ റിസ്ക്കാണ്. അപ്പോൾ ഈ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ഒരു ട്രേഡിൽ 150 എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ട്രേഡിൽ 250 രൂപയുടെ റിസ്ക് എടുക്കുന്നു. അപ്പോൾ 2 ട്രേഡിലും കൂടെ ഒരു ദിവസം 500 രൂപയുടെ റിസ്ക് എടുക്കുന്നു. പ്ലസ് ഇവിടെ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന കാര്യം ഒരെണ്ണം കൂടെ കൂടുന്നു. കഴിഞ്ഞ ഫേസിൽ കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് ലോസ്, ഹൗ ദ ലോസ് ഹാസ് ബീൻ ടേക്കൺ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തത്. അതിന് മുമ്പത്തെ ഫേസിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തത് എന്തുകൊണ്ട് മാർക്കറ്റ് ഞാൻ മുകളിലേക്ക് പോകുമെന്ന് കരുതി എന്നുള്ളതാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തത്. മൂന്നാമത്തെ ഫേസിൽ
എങ്ങനെ നിങ്ങളുടെ ടാർഗറ്റിലേക്ക് പ്രൈസ് മൂവ് ചെയ്ത് എത്തി എന്നുള്ള ടാർഗറ്റ് ട്രേഡുകളുടെ, നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ട്രേഡുകളുടെ മാത്രം ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ എൻട്രി 100-ൽ എൻട്രി എടുത്തു. അതിനുശേഷം 2 റെഡ് ക്യാൻഡിലുകൾ വന്നു. അത് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്ത് പിന്നീട് വന്ന 30 മിനിറ്റിൻ്റെ 2 ക്യാൻഡിലൂടെ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ക്യാൻഡിലിൽ മുകളിൽ ഒരു വലിയ വിക്ക് ഫോം ചെയ്ത് കാണുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നറേറ്റ് ചെയ്യുന്നു. ദ വേ ഹൗ പ്രൈസ് മൂവ് എന്നുള്ളതാണ് നിങ്ങളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രൈസ് എങ്ങനെയൊക്കെ മൂവ് ചെയ്തു, ഇങ്ങനെ വന്ന് പോകുന്നു. താഴേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അങ്ങനെ വന്ന് പോകുന്നു. അപ്പോൾ ഇതിനോട് നിങ്ങൾ ഫെമിലിയർ ആവുന്നു. പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതിനോട് നിങ്ങൾ ഫെമിലിയർ ആവുക എന്നുള്ളതാണ് വളരെ ക്രേസി ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റിനോട് നിങ്ങൾ ഫെമിലിയർ ആവുക, അവെയർ ആവുക എന്നുള്ളതാണ് എക്സസൈസിലൂടെ ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ, അതായത് ആദ്യത്തേതിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു തൊട്ട് മുമ്പത്തെ ഫേസിൽ, പിന്നത്തേതിൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യില്ല, സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്ന സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന രീതി നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അടുത്ത ഫേസിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ടാർഗറ്റ് എടുക്കുന്ന രീതി നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അത് 4ാമത്തെ ഫേസിൽ. ഇനി അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ അവിടെയും നിങ്ങൾ 4ാമത്തെ ഫേസിൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിലാണെങ്കിൽ ഒരു 40% നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത 5ാമത്തെ റൗണ്ടിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നു. 5ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ നിങ്ങളുടെ റിസ്ക് ഇപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ 250 വെച്ചിട്ട് 2 ട്രേഡുകൾ എന്നുള്ള രീതിയിലാണ് റിസ്ക് എടുത്തതെങ്കിൽ ഇവിടെ നിങ്ങൾ 350 വെച്ചിട്ട് 2 ട്രേഡുകൾ എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ ഒരു ദിവസത്തെ നിങ്ങളുടെ റിസ്ക് 700 രൂപയാവും. ഇതിലൊന്നും ഒരു വ്യത്യാസം വരുത്തരുത്. ഈ പ്രോസസ്സ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അടുത്ത 5ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ 700 രൂപയുടെ ഒരു ദിവസത്തെ റിസ്കിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള 3 ഫേസിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത 3 കാര്യങ്ങളും ഈ ഫേസിൽ ഒരേ സമയം നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഈ ഫേസിൽ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യും, നിങ്ങൾ എന്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന്, നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് എന്തുകൊണ്ട് മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങളുടെ പ്രഡിക്ഷനാണുള്ളത്. ആ പ്രഡിക്ഷൻ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ തോന്നി എന്നുള്ളതിൻ്റെ ലോജിക്ക് നിങ്ങളവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. പ്രൈസ് 2ാമത്തെ ഫേസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എടുത്ത ദ വേ ഹൗ ദ സ്റ്റോപ്പ് ലോസ് ഹാസ് ബീൻ ടേക്കൺ എന്നുള്ള 2ാമത്തതും നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. 3ാമത്തത് ദ വേ ഹൗ യുവർ ടാർഗറ്റ് ഹാസ് ബീൻ ടേക്കൺ ഓർ ബുക്ക്ഡ് എന്നുള്ളതും നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ആ 3 കൂടെ ഒരുമിച്ച് 5ാമത്തെ ഫേസിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. 10 ദിവസം കഴിയുമ്പോൾ 2 ട്രേഡ് വെച്ചിട്ട് 20 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50% അടുത്ത് 45%, 40% ഒക്കെ ട്രേഡുകൾ 10 ദിവസം 2 ട്രേഡ് വെച്ചിട്ട് 20 ട്രേഡിൽ 16-17 ട്രേഡ് നിങ്ങൾ വിജയിച്ചതാണെങ്കിൽ 1:2 വെച്ചിട്ട് നിങ്ങൾ പ്രോഫിറ്റായിട്ടുണ്ടാവും. നിങ്ങൾ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുന്നു. അപ്പോഴേക്കും നമ്മൾ 50 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, 2.5 മാസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അപ്പോൾ ഈ ബാക്കി അവസാനത്തെ സ്റ്റേജിൽ ഇനി വരുന്ന 10 ദിവസങ്ങൾ നിങ്ങൾ എമൗണ്ടിൽ വ്യത്യാസം വരുന്നു, നിങ്ങളുടെ റിസ്കിൽ വ്യത്യാസം വരുന്നു. അവിടെ നിങ്ങൾ എടുക്കാൻ പോകുന്ന റിസ്ക് എന്ന് പറയുന്നത് ഒരു ട്രേഡിൽ 500 വെച്ചിട്ടാണ്. നിങ്ങൾ കഴിഞ്ഞതിൽ നമ്മൾ 350 വെച്ചിട്ട് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ട്രേഡിൽ 500 വെച്ചിട്ട് ഒരു ദിവസം 1000 റുപ്പീസിൻ്റെ റിസ്ക് എടുക്കുന്നു. കഴിഞ്ഞ ഫേസിൽ ഫോളോ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഫോളോ ചെയ്യുന്നു. അതിനുശേഷം ആ ഫേസ് കഴിയുമ്പോൾ ഈ ഫൈനൽ റൗണ്ട് കഴിയുമ്പോൾ അത്രയും റൗണ്ടിലൂടെ ടോട്ടൽ എത്ര ട്രേഡുകൾ നിങ്ങളെടുത്തോ ആ ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡിൽ എത്ര തവണ നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് റിസർച്ച് നടത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഈ 60 ദിവസം 2 ട്രേഡ് വെച്ചിട്ടാണെങ്കിൽ ആ 120 ട്രേഡിൽ എത്ര ട്രേഡ് നിങ്ങൾ 60 ട്രേഡ് അല്ലെങ്കിൽ 50 ട്രേഡ് നിങ്ങൾ വിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ബാക്കി കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ ഫേസുകളിൽ റൗണ്ടുകളിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി പൂർത്തിയാക്കുന്നു. ഇത് പൂർത്തിയാക്കുന്നതോടെ നിങ്ങളുടെ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ സൈക്കോളജി മാറ്റാൻ വേണ്ടി പിന്നെ ഒരു കാര്യത്തിനും മെനക്കെട്ട് ഇറങ്ങേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിലെ സൈക്കോളജി മാറിയിട്ടുണ്ടാവും, ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. സൈക്കോളജി നമുക്ക് നേരിട്ട് മാത്രമല്ല പല കാര്യങ്ങളും മാറ്റാൻ പറ്റുക, നമ്മളറിയാതെ തന്നെ നമ്മുടെ സൈക്കോളജി മാറ്റാൻ പറ്റും. മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയിൽ ഗംഗയുടെ തകർന്ന മാനസികാവസ്ഥയെ
മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ്? ഗംഗ പോലും അറിയാതെ അതിൻ്റെ ക്ലൈമാക്സ് രംഗമൊക്കെ ഒന്ന് ഓർക്കുക. ഒരു കൃത്രിമമായിട്ടുള്ള ഒരു പ്രതിമയെ വെച്ചുകൊണ്ട് ആളുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നുണ്ട് അല്ലേ? മനസ്സിൻ്റെ ഒരു മാൽ ഫങ്ഷനിങ് മാറ്റിയെടുക്കുന്നുണ്ട്. ട്രേഡിങ്ങിൽ നമുക്ക് കുറേ മാൽ ഫങ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ വേറെ ചില പ്രോസസ്സുകളെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നമ്മളറിയാതെ നമ്മുടെ സൈക്കോളജി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ പോയിട്ട് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെ നമ്മളെ സൈക്കോളജി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മെൻറ്റർഷിപ്പിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ, ചില എക്സസൈസുകളിലൂടെ, ചില കണ്ടൻറ്റുകളിലൂടെ, ചില അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളിലൂടെ, അത് കണ്ടെത്തുന്നതിലൂടെ ഒക്കെ നമ്മളിൽ ആഴത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മുടെ 1-on-1 മെൻറ്റർഷിപ്പിലൊക്കെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചാനലിൽ വന്നവർക്ക് ആ പ്രോഗ്രാമിനെ പറ്റി, സൈക്കോളജി 1-on-1 മെൻറ്റർഷിപ്പിനെ പറ്റി അറിയില്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ക്രീനിൽ പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ജേണൽ, അതും ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആ ജേണൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അവിടെ വന്ന് ഡൗൺലോഡ് ചെയ്യാം. പറ്റിയാൽ ഡിസ്കോഡിൽ ചാനൽ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഓക്കെ, സ്ക്രീനിൽ പോയിട്ട് നമുക്ക് സൈക്കോളജി മെൻറ്റർഷിപ്പിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം. ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലുള്ള അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും. ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്താൽ
നമ്മളുടെ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡയറക്ഷൻ്റെ അക്യുറസി പരിശോധിക്കുന്നു, നമ്മുടെ പ്രഡിക്ഷൻ്റെ അക്യുറസി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞാൻ ഇന്നെടുത്തൊരു ട്രേഡാണ്. ഇതിവിടെ ഫയേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഇവിടെ കാണുന്ന ആ ആരോ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ വരുന്ന ആരോ ആണ്. ഇവിടെ നമ്മളത് മുകളിൽ കാണുന്ന എക്സിറ്റ് ചെയ്ത ആരോ ആണ്. അപ്പോൾ ഇതുപോലെ ഇതൊരു പ്രഡിക്ഷൻ ആണെന്ന് കരുതുക. നിങ്ങൾ ഫസ്റ്റ് ഫേസിലാണെന്ന് കരുതുക, ട്രേഡ് അല്ല, സെക്കൻഡ് ഫേസിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഇവിടെ ഇങ്ങനെ എത്തുന്ന സമയത്ത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കരുതുകയാണ് മാർക്കറ്റ് ഇനി അങ്ങോട്ട് മുകളിലേക്കാണ് എന്നുള്ളത് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. മുകളിൽ എവിടെ വരെ പോകുമെന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സ് തരുന്ന ഉത്തരം ഇവിടെ വരെ പോകും എന്നുള്ളതാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോകുമ്പോൾ ഇവിടെ താഴേക്ക് വന്നിട്ടൊക്കെ ആണല്ലോ പോവുക. ഇവിടുന്ന് തന്നെ പോയിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. എനിക്കറിയില്ല, ഞാനത് ഇവിടുന്ന് ഇന്ന് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് തന്നെ പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാൻ കരുതിയത് കുറച്ചൊക്കെ ഒന്ന് താഴേക്ക് വന്നിട്ടൊക്കെ ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ വരെ വരില്ല എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മാർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ ഏരിയ വന്നു. അപ്പോൾ നിങ്ങൾ എവിടെ വരെ വരില്ല, അപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ ആയിരിക്കാൻ പോവാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെയും മാർക്ക് ചെയ്തു കരുതാം. അപ്പോൾ 3 ലൈന് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. നിങ്ങളിത് വരച്ചിടുന്നു, എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം പോയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നോക്കുന്നു നിങ്ങളുടെ പ്രഡിക്ഷൻ ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം നിങ്ങളുടെ റൗണ്ട് 1 നിങ്ങൾ അത് അപ്പാണോ, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ അപ്പായിരുന്നു, അത് വിൻ ചെയ്തോ വിന്ന് എന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഫേസിൽ സിമ്പിളി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ ആ 10 ദിവസം നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം 4 ട്രേഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ സെക്കൻഡ് ഫേസിൽ എത്തിയെന്ന് കരുതാം. അപ്പോൾ സെക്കൻഡ് ഫേസിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എക്സലിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഈ ജേണലിൽ, ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പിൻ ചെയ്ത് വയ്ക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ വരുന്ന സമയത്ത് അതിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ഡയറക്ഷൻ, പിന്നെയും നിങ്ങൾ ഇതേ പ്രോസസ്സ് റിയൽ ട്രേഡിലേക്ക് വന്നു. റിയൽ ട്രേഡിലേക്ക് വരുമ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങളതെല്ലാം ആലോചിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് ലോജിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകുന്നുള്ളതും താഴെ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വരെ വരില്ല എന്നുള്ളത് ഒക്കെ നിങ്ങൾ ലോജിക്ക് ഉണ്ടാവണം. എന്തുകൊണ്ട് ഇവിടെ വരെ പോകും എന്നുള്ളതിന് ലോജിക്ക് ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആലോചിക്കുക ആദ്യത്തെ റൗണ്ടിൽ. ഡോക്യുമെൻ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ടിൽ. ഈ ഡയറക്ഷൻ മാത്രം സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ളത് സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ റിയൽ ട്രേഡ് എടുക്കുകയാണ് എന്നുള്ളതിൻ്റെ റീസണായിട്ട് ഞാൻ മാർക്ക് ചെയ്യുക. ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്, ഹയർ ലോസുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അറിയാലോ, ഹയർ ലോ, ഈ ലോൻ്റെ മുകളിലാണ് ഈ ലോ, ഹയർ ലോയുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു റീസൺ കൊണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ബെൻഡായപ്പോൾ ഇവിടുന്ന് റെഡിൽ നിൽക്കാൻ, സെല്ലിൽ നിൽക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു 50% താഴെ എത്തിയ സമയത്ത് പ്രീവിയസ് ഡേ ഒക്കെ ബുള്ളിഷ് ആയതുകൊണ്ട്, ഈ പ്രീവിയസ് ഡേ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളൊന്ന് ഡേ ക്യാൻഡിൽ പോയാൽ ഇതെങ്ങനെ ഉണ്ടാവുക, ഈ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും ഡേ ക്യാൻഡിൽ പോയാൽ. അതിന് ചെറിയ ഒരു വിക്ക് മാത്രം ഇത്രയും ഹൈറ്റിൽ ഒരു വിക്കും ഉണ്ടാവും. ശരിയാണല്ലോ. അപ്പോൾ സിമ്പിളി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ ഉണ്ടാവും. എന്തായാലും താഴേക്ക് കുത്തനെ വീഴില്ല, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ ബൈയിൽ നിന്നു എന്നുള്ളത് എൻ്റെ ലോജിക്ക്. നിങ്ങളുടെ ലോജിക്ക് എന്താണോ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഞാൻ എൻ്റെ ലോജിക്കാണ് പറഞ്ഞത്, ഇവിടെ ഞാനത് മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ 10 ദിവസം മുന്നോട്ട് പോകുന്നു. 100 രൂപ റിസ്കിൽ 2 ട്രേഡ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഫസ്റ്റ് റൗണ്ട് പാസ്സായാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ തേർഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാം. തേർഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തത് എന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ റിസ്കിൽ ഈ രീതിയിലുള്ള വ്യത്യാസം വരുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഒരു ഫോർ ദ സേക്ക് ഓഫ് ആൻ എക്സാമ്പിൾ, ഇതൊരു സ്റ്റോപ്പ് ലോസ് എടുത്ത ട്രേഡാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്ത് സ്റ്റോപ്പ് ലോസ് എടുത്ത് പിന്നെ അങ്ങനെയാണ്ട് മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ ഇവിടെ 2 റെഡ് ക്യാൻഡിൽ ഉണ്ട്, ഇവിടുന്ന് വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നു, പിന്നെ ഇവിടെ നിന്നുള്ള റെഡ് ക്യാൻഡിൽ വലിയൊരു വിക്കോട് കൂടിയിട്ടുള്ള റെഡ് ക്യാൻഡിലാണ് താഴേക്ക് വന്ന് തിരിച്ച് കയറി. അപ്പോൾ നിങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻട്രി എടുത്ത സ്ഥലത്തുനിന്ന് 3-4 ക്യാൻഡിലുകൾ ചെറിയ സ്പിന്നിങ് ടോപ്പ് ടൈപ്പിലുള്ള ക്യാൻഡിലുകൾ നിന്നതിന് ശേഷം 2
റെഡ് ക്യാൻഡിലുകൾ വരികയും രണ്ടാമത്തെ റെഡ് ക്യാൻഡിലിന് വലിയൊരു വിക്കോട് കൂടി റിവേഴ്സ് ആവുകയും എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം തിരിച്ച് കയറുകയും ഞാൻ എൻട്രി എടുത്ത സ്ഥലത്ത് പ്രൈസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്ന് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എൻട്രി എടുത്തതിന് ശേഷം നടന്ന സംഭവത്തെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി അത് അപ്പം നിങ്ങൾ അത് 10 ട്രേഡ് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത് വിൻ ചെയ്ത് 4ാമത്തെ റൗണ്ടിലെത്തി. അപ്പോൾ അവിടെ നിങ്ങൾ ഇതേപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റർ എടുത്തത് ഈ ക്യാൻഡിലാണ്. അതിന് ശേഷം 1 2 3 4 ക്യാൻഡിലുകൾ പ്രൈസ് അവിടെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റിൻ്റെ ക്യാൻഡിലുകൾ എടുത്താൽ പിന്നീട് ഒരു ബുള്ളിഷ് മാറു ബോസും അതിനുശേഷം വിക്കോട് കൂടിയ സ്ട്രോങ് ആയ ഒരു ക്യാൻഡിലും പിന്നീട് ആ വിക്കിനെ കവർ ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ചെറിയ ക്യാൻഡിലും വന്നു നിന്നുകൊണ്ട് അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്ത ഹൈഡ് അടുത്ത് ക്ലോസ് ചെയ്തു എന്ന് നിങ്ങൾ ആ പ്രൈസിനെ റീഡ് ചെയ്ത് എഴുതി വയ്ക്കുന്നു പ്രോഫിറ്റിൻ്റെ കേസിൽ. അപ്പോൾ ഈ 4ാമത്തെ റൗണ്ടിൽ നിങ്ങൾ പ്രോഫിറ്റ് മാത്രം ആ രീതിയിൽ ചേസ് ചെയ്തു. നിങ്ങളത് വിൻ ചെയ്തു. 10 ട്രേഡിൽ 10 ദിവസം കൊണ്ട് 20 ട്രേഡ് എടുത്തു. നിങ്ങൾ 10 ട്രേഡ് വിന്നാണ്, അല്ലെങ്കിൽ 12 ട്രേഡ് വിന്നാണ്. നിങ്ങൾ അടുത്ത 5ാമത്തെ റൗണ്ടിലേക്ക് എത്തി. അവിടെ എന്തായി, അവിടെ നമ്മൾ ഈ 3 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് എഴുതാൻ തുടങ്ങുന്നു. സെപ്പറേറ്റ് എഴുതുന്നത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ടാസ്കിലേക്ക് നിങ്ങൾ പോകുന്നു. ആ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും അതിനനുസരിച്ച് ഇതിൻ്റെ റിസ്ക് 350 എന്നുള്ളതിലേക്ക് മാറ്റുകയും ചെയ്താൽ പിന്നെ 6ാമത്തെ റൗണ്ടിലേക്ക് പോകുന്നു. 6ാമത്തെ റൗണ്ടിലേക്ക് പോയാൽ ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ എല്ലാ സ്റ്റോപ്പ് ലോസ് എടുത്തതും അതേപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തും ഡയറക്ഷൻ്റെ ലോജിക്കും ഒരുമിച്ച് എഴുതുകയും കൂട്ടത്തിൽ മൊത്തം നടന്ന ഈ എല്ലാ റൗണ്ടിലെയും ഈ 6 റൗണ്ടിലെയും ടോട്ടൽ ട്രേഡുകളിൽ എത്ര ട്രേഡുകൾ നിങ്ങൾ വിൻ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതുകയും ചെയ്തു. ഇത്രയും ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ 6 ഫേസുകളും കംപ്ലീറ്റ് ആവുന്നു. ഈ രീതിയിൽ ആണ് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ വളരെ ക്ഷമയോടെ 10 ദിവസങ്ങൾ വെച്ചിട്ട് ഒരു 60 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു എക്സസൈസാണ്. ഈ 60 ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരിക്കും. ഈ 60 ദിവസത്തെ മറികടക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് അത് മാറും. അപ്പോൾ ചില ആളുകൾക്ക് 60 ദിവസത്തിൽ കൂടുതൽ വന്നേക്കാം. 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്ക് ചിലപ്പോൾ 15 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ടായിരിക്കും. അപ്പോൾ എന്നാൽ പോലും അത് ഒരു ജെന്യുവിൻ ആയിട്ട് ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നിങ്ങളറിയാതെ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈക്കോളജി കൂടെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഇപ്പം നിങ്ങൾ 1000 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അവസാനത്തെ ഫേസിൽ മാറുന്നു അല്ലേ. ഇവിടെ നമ്മൾ റിസ്ക് 500 ഒരു ട്രേഡിൽ ഇറങ്ങുമ്പോൾ 2 ട്രേഡ് നമ്മൾ എടുക്കുന്നുണ്ട്, 1000 രൂപയുടെ റിസ്ക് ആയി. ഈ ഒരു ഘട്ടം മുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് മാറി തുടങ്ങും. ഇപ്പം നിങ്ങൾ നിലവിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വരിക. ഇതാണ് ശരിക്കും ആക്ച്വലി നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്തുകൊണ്ട് 100 രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് വേറെ എവിടെയില്ല, ഓപ്ഷനിൽ അത് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നിങ്ങളുടെ ഗ്രാജ്വലി നിങ്ങളുടെ മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്ത് അത് 1000ലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനിൽ ഇതേപോലെ അന്ന് ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അതേ എക്സസൈസ് 10 ദിവസം ചെയ്തിട്ട് പിന്നീട് ഓപ്ഷനിൽ നിങ്ങൾക്ക് ആ ട്രേഡ് ചെയ്തു തുടങ്ങാം. അത് ഈ 6 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്ഷനിലേക്ക് ചിന്തിക്കുക. അവിടെയും ഇതിൽ ചെയ്ത ഫസ്റ്റ് റൗണ്ട് ഓപ്ഷനിൽ ചെയ്തിട്ട് പിന്നീട് ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ, അത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഓപ്ഷനൊക്കെ ചെയ്യാനുള്ള ഒരു പാകത വരുന്നത്. ഇങ്ങനെയൊക്കെ ബേസ് ഇല്ലാതെ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളായിട്ടും ഡെറിവേറ്റീവിലൊക്കെ കടന്ന് കഷ്ടപ്പെടുന്നത്, നമുക്ക് വിജയിക്കാൻ പറ്റാത്തത്. നമ്മുടെ സൈക്കോളജി നമ്മൾ അതിന് കേപ്പബിൾ ആയിട്ടില്ല. മെൻ്റലി ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് കിട്ടിയില്ല. നമ്മൾ 1ാം ക്ലാസ് പഠിക്കാതെ 10ാം ക്ലാസ്സിൽ പോയിരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ് നിങ്ങളുടേത്. 1 2 3 4 5 6 ക്ലാസ്സുകളൊന്നും ഇരിക്കാതെ ഒരാൾ നേരിട്ട് 7ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പോയിരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളത്. അപ്പോൾ അതിനെ മറികടക്കാൻ ഇതേ ഉള്ളൂ മാർഗം. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ മറ്റൊരു സർവീസ് യൂട്യൂബ് മെമ്പർഷിപ്പ് ഒന്ന് അറിയാത്തവർക്ക് പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ഡിസ്കോഡിലാണ് നമ്മളുടെ യൂട്യൂബിലെ ട്രേഡുകൾ ഷെയർ ചെയ്യുന്നത്. യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ ഒക്കെ തൊട്ട് താഴെയായിട്ട് ജോയിൻ എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിസ്കോഡിൽ കയറാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രേഡുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. 3 കാറ്റഗറി മെമ്പർഷിപ്പ് ഉണ്ട്. അഡ്വാൻസ്ഡ് മെമ്പേഴ്സിന് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എൻട്രി എടുത്തതിൻ്റെ ലോജിക്കും ഇതേപോലത്തെ അനാലിസിസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മെമ്പേഴ്സിന് പ്രോ ട്രേഡേഴ്സിന് നമ്മൾ ചില ദിവസങ്ങളിൽ കണ്ടെത്തുന്ന ചില കാര്യങ്ങളൊക്കെ, ചില ട്രേഡുകളൊക്കെ അവസാന നിമിഷം എന്തുകൊണ്ട് മാറി നിർത്തി എന്നുള്ളത് പോലുള്ള വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാം. പക്ഷെ വീഡിയോ ഒന്നും എല്ലാ മാസവും നമ്മൾ ഒരു 100% ഉറപ്പിൽ പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് സൈക്കോളജി ആൾറെഡി അപ്ലോഡ് ചെയ്ത പ്രോ വീഡിയോകളൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ അനാലിസിസും നിങ്ങൾക്ക്
ചാർട്ടിൽ വരച്ചുകൊണ്ടുള്ള അനാലിസിസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിതാ ട്രേഡുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാസം നമ്മൾ 3 ട്രേഡ് 4 ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ തന്നെ നിങ്ങൾ കയറിയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്. അതാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ട്രേഡ്. വളരെ കുറഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മൾ 44% പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ നിരന്തരം പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡിസ്കോഡിൽ വന്നിട്ട് ആരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഡിസ്കോഡിൽ വന്നിട്ട് പേഴ്സണലി ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചിട്ട് മെമ്പർ ആണോ എന്നുള്ളത് അവരുടെ ലോഗോയിൽ നോക്കിയാൽ അറിയാം. എന്നിട്ട് കോൺടാക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഡീറ്റെയിൽ. നമ്മൾ നിരന്തരം പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. സ്വിംഗ് പ്ലസ് പൊസിഷണൽ ട്രേഡുകൾ നിങ്ങൾക്ക് കിട്ടും. അതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൽ സബ്സ്ക്രൈബർ എന്നുള്ള ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഡെയിലി ഈ ഓപ്ഷൻ ബൈങ്ങിൽ താല്പര്യമുള്ളവർക്ക്, ഞാനല്ല ഓപ്ഷൻ ബൈങ്ങിൻ്റെ ട്രേഡ് ഷെയർ ചെയ്യുന്നത്, അഷ്റഫ് ആണ് ട്രേഡ് ഷെയർ ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ തന്നെ ആ ട്രേഡിംഗ് സ്റ്റൈലിനോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിലാണ് ആൾ. അപ്പോൾ അതിലോട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് സൂട്ടാണെന്നുള്ളത് കുറച്ച് ദിവസം ട്രേഡ് ഫോളോ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആൾറെഡി നമ്മൾ ഗ്രൂപ്പിലിട്ടുള്ളതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആൾ നടത്തുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോൾ അവിടെ ഒരു പിൻഡ് മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവിടെ കാണാം. ഓക്കെ, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലും, യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലും ഇതിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ പ്രൈവറ്റ് ചാനലുകളാണ്. അപ്പോൾ ഇതിലേക്ക് കിട്ടണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ കയറിയിട്ട് മെമ്പേഴ്സ് ഓൺലി വീഡിയോകൾ കാണുക. പ്ലേ ലിസ്റ്റിൽ കയറിയിട്ട് അത് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ആക്സസ് കിട്ടേണ്ടത് എന്നുള്ളത് അതിൽ അറിയാൻ പറ്റുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് താല്പര്യമുള്ള ആളുകൾ അത് വിട്ടുപോകേണ്ട. സൈക്കോളജി ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മിനിമം ഒരു 3 ലാക്കെങ്കിലൊക്കെ ക്യാപിറ്റലുള്ള ആളുകൾ എൻക്വയറി ചെയ്താൽ മതി. അപ്പോൾ അത്തരമുള്ള ആളുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ 2 മാസം ഒരാളുടെ കൂടെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഫീസ് അതിനുണ്ടാവും. ഇപ്പോൾ ഒരു 2.5 ലക്ഷം 3 ലക്ഷത്തിനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. 2 മാസം കൊണ്ട് നമുക്ക് നിങ്ങളെ ഒരു ബെറ്റർ ട്രേഡർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. പ്രോഗ്രാമിന് ഇടയ്ക്ക് തന്നെ നിങ്ങൾ പിന്നെ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ബിഹേവിയർ പൂർണ്ണമായിട്ട് നിങ്ങൾ മുമ്പ് ചെയ്ത ഒരു കാര്യവും നമ്മളുടെ പ്രോഗ്രാം അവസാനിക്കുമ്പോഴെങ്കിലും പിന്നീട് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടാവില്ല. ആ കാര്യം ഞാൻ പ്രോമിസ് തരാം. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ അങ്ങനെയും ടെലഗ്രാം ID കോൺടാക്ട് ചെയ്യാം. ഇവിടെ ഞാൻ താഴെ കൊടുക്കാം. ഡിസ്കോഡിലും അതേപോലെ മുമ്പ് അറ്റൻഡ് ചെയ്ത മെൻറ്റീസിൻ്റെയൊക്കെ റിവ്യൂവും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടായിരുന്നത്. ഇത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. ആവശ്യമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ, ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. നന്ദി, നമസ്കാരം.